വന്ധ്യതാ ചികിത്സാ രംഗത്ത്, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് രംഗത്ത് ഏറ്റവും അധികം ശോഭിച്ച് നിൽക്കുന്ന ഡോക്ടറാണ് ഭഗവതി അമ്മ. മാഡം, ഇൻഫെർട്ടിലിറ്റി ചികിത്സയിൽ ഇപ്പം ഒരു ആയുർവേദ രീതിയിലാണ് ഡോക്ടർ പൂർണ്ണമായിട്ടും ചികിത്സകൾ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഒരു വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊതുവേ ആയുർവേദ ചികിത്സകൾക്ക് വരുന്ന ചിലവ്, അതിന് വരുന്ന കാലതാമസം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടെ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. ഡോക്ടർക്ക് ഈ വന്ധ്യതാ ചികിത്സേനെക്കുറിച്ച്, ചികിത്സാ രീതികളെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം. ചികിത്സാ രീതികളെക്കുറിച്ച് പറയുക പറയുമ്പോൾ സമയമെടുക്കും. നമ്മൾ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പാരസെറ്റമോൾ കഴിച്ചാൽ പനി ഒരു അരമണിക്കൂറിനുള്ളിൽ വിയർത്ത് മാറും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് കഴിച്ചൊക്കെയാണ് അത് മാറ്റിയെടുക്കുക. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ്. പക്ഷേ അതേസമയം നമ്മുടെ ഒരു അമൃതാഷ്ടം കൊടുക്കാമെങ്കിൽ 1 ഔൺസ് നമ്മൾ കൊടുത്തു, ഒരു വെട്ടുമാറും ഗുളികയോ എന്തെങ്കിലും ഒരെണ്ണം ചേർത്ത് നമ്മൾ കൊടുത്തു, ഒരു അരമണിക്കൂറിൽ പനി മാറില്ല, പക്ഷേ കുറച്ച് പതുക്കെ മാറുള്ളൂ. നമ്മളൊരു 3 നേരമൊക്കെ മരുന്ന് കഴിച്ച് വരുമ്പോഴായിരിക്കും പനിയൊന്ന് കുറഞ്ഞു വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അവിടെ പനി എന്ന് പറയുന്നത് ശരീരത്തിൽ എന്തെങ്കിലും ഒരു ദുഷിച്ച വസ്തുവുണ്ട്, ഒരു ദഹനക്കുറവുണ്ട്. ആ ദഹനക്കുറവിനെ ദഹിപ്പിച്ച് മാറ്റിയാണ് പനിയെ മാറ്റുക. അപ്പോൾ 3 നേരം മരുന്ന് കഴിക്കുമ്പോഴായിരിക്കും അതൊന്ന് ശരീരത്തിൽ ആക്ട് ചെയ്ത് വരിക. അപ്പോൾ അതുപോലെ ആയുർവേദ മരുന്നെന്ന് പറയുമ്പോൾ അത് ശരീരത്തിൽ പ്രവർത്തിച്ച് വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് വന്നാൽ 1 മാസത്തിൽ വന്ധ്യതാ ചികിത്സ ചെയ്ത് മാറ്റി ഒരു കുട്ടിയെ ഉണ്ടാക്കി തരാം, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അധിക കണ്ടമാനം ചിലവ് വരാതെയും എന്നാൽ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ, മാക്സിമം ചുരുങ്ങിയ രീതിയിൽ നമ്മൾ മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ തന്നെയും ഏതാണ്ട് ഒരു 6 മാസം 1 വർഷം വരെയൊക്കെ മരുന്ന് കഴിക്കേണ്ടി വരാറുണ്ട്. കാരണം അത് അവരവരുടെ ഡിഫക്റ്റ് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ പ്രശ്നങ്ങൾ, വേറെ ദോഷങ്ങളൊന്നുമില്ല, കുട്ടികളുണ്ടാവുന്നില്ല, നമ്മളെല്ലാം പരിശോധിച്ചു, എല്ലാം കറക്റ്റായിട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഔഷധ സേവ കൊണ്ട് മാത്രം ഫെർട്ടിലിറ്റി ആയിത്തീരാൻ സാധ്യതയുണ്ട്. ചിലരിൽ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഭയങ്കര വണ്ണം, 80 കിലോ 100 കിലോ ഒക്കെ ആൾക്കാർ വെയിറ്റ് വെച്ച് വരുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ വണ്ണം കുറയ്ക്കാനുള്ള മരുന്നായിരിക്കും ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫെർട്ടിലിറ്റിയിലൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വണ്ണം കുറയ്ക്കുന്ന മരുന്ന് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ചൊരു 2-3 മാസം മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ആശുപത്രിയിലേക്ക് കടത്തിയിട്ട് നമ്മൾ ചികിത്സ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വെയിറ്റ് അനുസരിച്ചായിരിക്കും അവരുടെ ചികിത്സാ രീതികൾ വരിക. വെയിറ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ വെയിറ്റ്, സാധാരണ അവരുടെ ബോഡി വെയിറ്റ് കറക്റ്റായിട്ടുള്ളവരാണെങ്കിൽ നമ്മളൊരു 21 ദിവസം കടത്തിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുക. അത് ശരീരത്തെ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളെ മാറ്റി അവരുടെ മെറ്റബോളിസം ശരിയാക്കി കൊടുക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായാലും ഔഷധങ്ങളായാലും അത് ഈ പറഞ്ഞ മാതിരി രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ല എന്നുള്ള 7 ധാതുക്കളായിട്ട് പരിണമിക്കണം. അതാണ് മെറ്റബോളിസം എന്ന് പറയുക. അപ്പോൾ ആ മെറ്റബോളിസം ശരിയാക്കി കൊടുക്കലാണ് ആയുർവേദ ചികിത്സയിൽ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ചികിത്സ അതാണ്. അല്ലാണ്ട് ഒരു ഫെർട്ടിലിറ്റിക്ക് കുട്ടി ഉണ്ടാവാൻ ഇന്ന മരുന്ന് കഴിക്കുക, ഇത് കഴിച്ചാൽ കുട്ടി ഉണ്ടാവും, അങ്ങനെയല്ല ചികിത്സിക്കുക. അതല്ല ചികിത്സാ രീതി. നമ്മൾ ശരിയായ രീതിയിൽ അവരുടെ ഡൈജഷൻ ശരിയാക്കി അതിൽ കൂടി നമ്മൾ മരുന്ന് കൊടുത്ത്, അവരുടെ സ്ത്രീകളാണെങ്കിൽ അവരുടെ മെൻസസ് ശരിയാക്കി, പുരുഷന്മാരാണെങ്കിൽ അവരുടെ ശോധനകളും അതുപോലെ തന്നെ ബീജോത്പാദനം അതെല്ലാം ശരിയാക്കിയ രീതിയിൽ വരുത്താനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മരുന്ന് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഒരു 75 കിലോ 80 കിലോ ഒക്കെ വരുന്നവരാണെങ്കിൽ എനിക്കൊരു 28 ദിവസമൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ പല വിധത്തിലുള്ള ചികിത്സാ രീതികൾ പിന്തുടരുന്ന ആളുകളുണ്ടാവും. അതിൽ ഒരുപാട് പേര് നിരാശപ്പെട്ടതായി കണ്ടുവരാറുണ്ട്. ഇപ്പം ഡോക്ടറുടെ ഒരു അനുഭവത്തിൽ ഡോക്ടറുടെ ചികിത്സ, അതിൻ്റെ ഒരു വിജയ ശതമാനം എങ്ങനെയാണ്? ഞാൻ ചികിത്സിച്ച എൻ്റെ ഒരു വിജയ ശതമാനം എന്ന് പറയുന്നത് 90% എനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി വിടാൻ പറ്റിയ ഒരു ഭയങ്കര ചാരിതാർത്ഥ്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് 90% ഞാൻ കൈകൊണ്ട് വെച്ചെടുത്തിട്ടുള്ള ചികിത്സകളിലെല്ലാം തന്നെ വിജയം വന്നിട്ടുമുണ്ട് എനിക്ക്. അതും എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല, നിങ്ങളിനി ചികിത്സിച്ച് വെറുതെ പൈസ ചിലവാക്കി നടക്കണ്ട എന്ന് പറയുന്ന ദമ്പതികൾ എൻ്റെ അടുത്ത് വന്ന് ചികിത്സിച്ച് കുട്ടികളുണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു.